കോഴ്സിന് പഠിക്കുന്നത് BDS തന്നെയാണോ? ഞാനൊരു ഹൗസ് സർജനാണ്. ഈ ഇപ്പോൾ വലിയ പ്രതിഷേധമാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അറിവ് എന്താണ്? ജസ്റ്റിസ് കിട്ടുന്നവരെ ഞങ്ങളെല്ലാ ഡ്യൂട്ടിയും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പം. അപ്പം ഈ അധ്യാപകർക്കെതിരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഈ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇവിടെ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും പദ്ധതികൾ കാര്യങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഇത് പറയാനല്ല, കുറേ വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ പലരും കംപ്ലൈൻറ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്, ചിലർ കംപ്ലൈൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് വേറെ ഒരു ഇൻസിഡൻറ്റിലേക്ക് അത് നയിച്ചു എന്നാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എ വെരി സാഡ് തിങ്. ഈ ഡോക്ടർ റാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്താ? ഡോക്ടർ റാം ഇങ്ങനെ പല കുട്ടികളും കംപ്ലയിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം മരണപ്പെട്ട നിതിൻ്റെ അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നവരെ ഞങ്ങൾ എല്ലാ ഡ്യൂട്ടിയും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര വരെ ബോയ്ക്കോട്ട് അങ്ങനെ? ഇതിന് ഒരു പ്രോപ്പർ ജസ്റ്റിസ് കിട്ടുന്നവരെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാനാണ് പ്ലാൻ. ഏതായാലും നീതി കിട്ടുന്നത് വരെയുള്ള ഒരു പ്രതിഷേധം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റു ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. അനുശോചനമാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഇൻറ്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിനൊക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് അനുകൂലമായിട്ട് എന്ന് നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ ചെയ്യുന്നോ മാനേജ്മെൻറ്റ് ചെയ്യുന്നോ നമുക്കൊരു ഉറപ്പ് വരുന്നു. അതിനനുസരിച്ച് നമ്മൾ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പും അല്ലെങ്കിൽ നമുക്കൊരു കിട്ടുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അനുഭവമായിരിക്കും. നമുക്കിപ്പോൾ നിതിൻ്റെ കാര്യത്തിൽ എന്ത് നടന്നത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചോളം നിതിനൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. നമ്മൾ അങ്ങനെ അറിയില്ല. അപ്പോൾ നിതിൻ്റെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആയതുകൊണ്ടും നമുക്ക് ഇതിനെപ്പറ്റി വേറൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ അറിയില്ല. അല്ല, നമ്മൾ പോവാതെ ഇരിക്കാനല്ല. നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സീനിയേഴ്സ് റാഗിങ് ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിദ്യാർത്ഥികളും കൂടി പോയി കഴിഞ്ഞാൽ അവരത് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു അങ്ങനെ. അത് മാത്രമല്ല, നമുക്കത് ആരോപണം എത്രത്തോളം കഴമുണ്ട്, അങ്ങനെ ഏതെങ്കിലും റാഗിങ് ഇവിടെ ഉണ്ടോ? എന്താണ് സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്? അല്ല, നിലവിൽ റാഗിങ് എന്നുള്ളൊരു സംഭവങ്ങളോ സീനിയേഴ്സായിട്ട് ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, സംഗീത മാം വളരെ കാമായിട്ടുള്ളതും നല്ലൊരു ടീച്ചർ തന്നെയാണ്. അവർ സാധാരണ ഇങ്ങനത്തെ രീതിയിലൊന്നും കുട്ടികളോട് പറയാറില്ല. സാധാരണ കുട്ടികളെ നല്ല രീതിക്ക് തന്നെയാണ് എടുക്കാറുള്ളത്. സനീഷ്, ഏതായാലും അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവരുടെ അഭിപ്രായമാണ്. ഏതായാലും അവർ ഒരു പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുകയാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായ നീതി കിട്ടുന്നത് വരെ ഈ ഇത്തരത്തിൽ ബോയ്ക്കോട്ട് എന്നൊരു തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത്. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് അവർ നടത്തുകയും ചെയ്യുന്നത്. അവരിപ്പോൾ ഈ അധ്യാപകരെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഓരോ ആളുടെ കേസിലും പല തരത്തിലായിരിക്കുമല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ ഈ കോളേജിൽ സ്റ്റാഫ് റാഗിംഗ് ഉണ്ട്. സ്റ്റാഫ് റാഗിങ് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ക്ലാസ്സിൽ വന്നിട്ട് എന്തായാലും നിറത്തിൻ്റെ പേരിൽ സംസാരിച്ചിട്ടുണ്ട്. അതെ, നിറത്തിൻ്റെ പേരിൽ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഡയറക്റ്റായിട്ട് കാസ്റ്റിൻ്റെ കാര്യം അവനെ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ബോഡി ഷെയ്മിങ് ഉറപ്പായിട്ടുണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ബാച്ച്, നിങ്ങളുടെ ബാച്ചല്ലേ, റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇവർ പറയുന്നത് നമുക്കറിയില്ല. റിട്ടൺ കംപ്ലൈൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഫയൽ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് അക്കാഡമിക് ഡീനിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം. നമ്മൾ ആ കംപ്ലൈൻറ്റിൽ പുള്ളി നമ്മൾ വിളിച്ചിട്ടുള്ള വാക്കുകളടക്കം എഴുതിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അല്ല 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 അക്കാഡമിക് ഡീനിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല 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 ഡീനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു.
സംസാരിച്ചിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് കുറച്ച് നാളത്തേക്കും അധികം ഇതുപോലെ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കെതിരെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് അതേപ്പറ്റി സംസാരിക്കുകയും എന്തിനാണ് അങ്ങനെ കൊടുത്തത്, നിങ്ങളാണോ കൊടുത്തത്, ആരെ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പല ബാച്ചുകളിലായിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, ഇപ്പോൾ ആളെ ഡാർക്ക്, ലീൻ, ഫാറ്റി അങ്ങനെ പല പേരുകളിലും പുള്ളി പറഞ്ഞു. അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നിട്ട് അപ്പോൾ തിരിച്ച് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞതിന് ശേഷം പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് നിൻ്റെ പേരറിയില്ല, എനിക്ക് നിൻ്റെ പേരറിയില്ല, അപ്പോൾ ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്, നീ ഡാർക്ക് അല്ലേ, നീ ഫാറ്റി, പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വളരെ പേരൻസ് മീറ്റിങ്ങിൽ ഉൾപ്പെടെ പേരൻസ് വരുമ്പോൾ പോലും വളരെ മോശമായിട്ടാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ആ റൂമിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പേപ്പറുകൾ വലിച്ചെറിയുക, ഇതാണ് നിങ്ങളുടെ മാർഗ്ഗം, അവൾ എന്താ വൈവ കംപ്ലീറ്റ് ആക്കില്ല, അവൾ എക്സാം എഴുതില്ല, അങ്ങനെ പല രീതികളും പറഞ്ഞ് നമ്മുടെ പേരൻസിനെ ഉൾപ്പെടെ ഇമോഷണലി തളർത്തിട്ടുണ്ട്. അപ്പോൾ മേ ബി പുള്ളി വിചാരിക്കുന്നത് ഇറങ്ങുമ്പോഴത്തേക്കിനും പേരൻസ് നമുക്കെതിരെ തിരിയുന്നതാണ്. പക്ഷേ ഇറങ്ങി കഴിയുമ്പോൾ പേരൻസ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പേരൻസിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഓഡിയോയിൽ പുറത്തു വന്ന പോലെ ആളുകളുടെ സാമ്പത്തികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ജാതിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണ്. അപ്പോൾ പക്ഷേ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറേ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മേ ബി അവർ ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല, ഇനിയിപ്പോൾ എക്സാമിന് വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജൂനിയറാണ്, അപ്പം നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോൽപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്, ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിൻ്റെ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാകുന്നത്. ശരിക്കും ഞങ്ങളും അത്ര ട്രോമയിലാണ്. ഈ കുട്ടി മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷനാണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണോ ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു. മേ ബി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കുക, അതിൻ്റെ കാര്യങ്ങളുണ്ട്, സൈൻ കിട്ടാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറേ നാളായതുകൊണ്ട് എന്താണെന്ന് കൂടെ മനസ്സിലാവുന്നില്ല. സത്യമായ രീതിയിൽ പറയാമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ബാച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി കോളേജ് ഡീനാണ് അക്കാഡമിക് ഡീനാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് 1 year ആയി തോന്നുന്നു. 3rd ഇയറിലാണ്. അല്ല, അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ്സിൽ വന്നിട്ട് ബോഡി ഷേമിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കംപ്ലയിൻറ്റ് കൊടുത്തതിനെതിരെ അദ്ദേഹം ഭയങ്കര ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്, ഞാൻ അങ്ങനല്ലേ പറഞ്ഞെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. റാമിനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ളൊരു കംപ്ലയിന്റ് ലഭിച്ചിട്ടുണ്ടോ കോളേജ് അധികൃതർ? ഉണ്ട്. 1 year മുന്നേ എനിക്ക് തോന്നുന്നു ജൂനിയർ ഫസ്റ്റ് ഇയർ ബാച്ചിലെ കുട്ടികൾക്ക് ബോഡി ഷേമിങ് കിട്ടിയപ്പം അവരുടെ പേരൻസ് കുഹാസ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് 2 മാസം സസ്പെൻഷൻ കിട്ടിയ ഒരു കാര്യമുണ്ട്. ഇല്ല, നമുക്കതിനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഇല്ല. പ്രിൻസിപ്പൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് അതിനെപ്പറ്റി മേ ബി കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം 3 മാസം ആയതേ ഉള്ളൂ വരുമ്പം. നമ്മൾ ഇന്ന് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും കുറേ കുട്ടികളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഇൻറ്റേൺഷിപ്പ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് കംപ്ലയിൻറ്റ് വാങ്ങിയിട്ട് നമ്മൾ പ്രിൻസിപ്പളിനടുത്ത് ഏതൊക്കെ സ്റ്റാഫിൻ്റെ കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിന് നടപടി എടുക്കുന്നിടം വരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ക്ലാസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ ഇതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ സമാനമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട്. ഉണ്ട്. കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റാഫ് റൂമിനകത്തും ക്ലാസ്സിലൊക്കെ നടക്കുന്നത്?
എല്ലാ ക്ലാസ്സിലും അദ്ദേഹം ഇതുപോലെ തന്നെ എല്ലാവരും ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. മറ്റധ്യാപകരുടെ ബോഡി ഷേമിംഗ് മാത്രമാണോ? അപ്പോൾ ഫിസിക്കലിയും ചെയ്യാറുണ്ട്. അതായത് തലയിലടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോൾ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അല്ല, ബോയ്സിന് ചെയ്യുക. പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പോയ ശേഷം ഗേൾസാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, ഫിസിക്കലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പോൾ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷേ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടുപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുക, ഷൂട്ടിൽ അടുപ്പിക്കുക, കയ്യിൽ തലയിൽ. റാം സാറ് പിന്നെ ഇവിടെ ഒരു ചിത്രവും അവിടെ ഫിസിക്കലി ഫിറ്റ് ആയ ആൾക്കാരെ പോലും ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ അത് അവിടെ താമസിക്കുന്ന കുടുംബം ആരംഭിച്ചിട്ടുണ്ട്. അത് ശരിയാണ്? അങ്ങനെ അത് ബോയ്സ് ഹോസ്റ്റലിലെ കാര്യമാണ്. അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. അതിപ്പോ റാം സാറിനെ പറ്റിയിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫ്സിനൊന്നും, പുള്ളി സീനിയർ സ്റ്റാഫാണ്, HOD ആണ്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജൂനിയർ സ്റ്റാഫിനൊന്നും സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അവർ സംസാരിക്കില്ല. അപ്പൊ സാർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് എതിർത്ത് പറയും? മാമിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ ഒരു കുട്ടികളും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗ്രാജുവേഷൻ ഡേക്ക് പോലും എല്ലാ കുട്ടികളും സംഗീത മാമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മാം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ യൂഷ്വലി അത് ഉള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോൾ ഇത്ര ഒരു സാറ് സംസാരിക്കുമ്പോൾ എങ്ങനെ തിരിച്ച് പറയാൻ പറ്റും? അപ്പൊ മാം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. മാമിനെ പറ്റി അധികം കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് നമുക്കൊരു കൊടുത്ത കംപ്ലൈന്റുകൾ നടപ്പാക്കുന്നിടം വരെ നമ്മൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രതിഷേധം നമ്മൾ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. നിലവിലൊരു കുട്ടി മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. നിങ്ങൾക്കുള്ള കംപ്ലൈന്റ് നിങ്ങൾ പോലീസിന് കൈമാറും. നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട് ഈ അധ്യാപകനെതിരെ. നിങ്ങൾ നടപടിയുമായിട്ട് പോലീസിനെ ബന്ധപ്പെടും? അതായത് റാം സാറിനെതിരെ ഇപ്പൊ ഈ കേസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തീരുമാനിച്ചില്ല. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനും പ്രിൻസിപ്പളിനും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം മേ ബി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു സെൻസേഷൻ കേസ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോളേജ് മാനേജ്മെന്റിനോടും തീരുമാനിച്ചിട്ട് മാത്രമേ. തീർച്ചയായും ഉണ്ടാവാം. ഫെയിലിയർ സ്റ്റുഡൻസ് ആണ് ഇതിനെതിരെ എന്ത് വന്നാലും ഇപ്പൊ ഇനിയെങ്കിലും പ്രതികരിക്കാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എത്ര എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഈ കുട്ടിക്കെതിരെ കുറച്ച് അലിഗേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വ്യക്തത വരാത്തത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ പ്രതികരിക്കാതിരുന്നത്. ഇനി ഇപ്പൊ പക്ഷെ എന്ത് കാര്യം കൊണ്ടാവട്ടെ അതൊക്കെ കോളേജാണ് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ അവരന്വേഷിച്ചിട്ട് അതിന്റെ സത്യസന്ധത എന്തുകൊണ്ടാണെന്നുള്ളത് അവരന്വേഷിക്കട്ടെ. പക്ഷേ ഈ റാഗിങ്ങും കാര്യങ്ങളും ഉള്ളതാണ്. അതിനെപ്പറ്റി ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രതികരിക്കാനാണ്? ഡോക്ടർ റാമിന്റെയും സംഗീതയുടെയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്? സംഗീത മാമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര നയന ഫൈനൽ ഇയർ സ്റ്റുഡന്റ് അല്ലേ? ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്ന് നിഖിലാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ നമുക്ക് കാണാം ഈ ദന്തൽ കോളേജിലെ കുട്ടിയാണ് നയന എന്നൊരു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവിടെ വിശദമായി തന്നെയും ഈ ഡോക്ടർ റാം നേരത്തെയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്കെതിരെ കുട്ടികൾക്ക് പരാതി കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംസാരിച്ച കുട്ടി തന്നെയും പരാതി കൊടുത്തിരുന്നു. ഈ ആളുകളെ ബോഡി ഷെയിം ചെയ്യുക, വല്ലാത്ത തോതിൽ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുക, വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഫിസിക്കലായിട്ടും അടിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. നേരത്തെയും പരാതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്ന് ഒരു വിദ്യാർത്ഥി തന്നെയും വന്നിട്ട്, ഒരു വിദ്യാർത്ഥിയല്ല ഒന്നിലേറെ ആളുകൾ വന്നിപ്പോൾ സംസാരിച്ചു. വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെയും ഈ കാര്യങ്ങൾ വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ആദ്യമായിട്ടാണ്.